ഹിസ്ബുള്ള ഭീകരരെ ഒറ്റയടിക്ക് തീർക്കാൻ ശ്രമിച്ച ഈ പേജർ സ്ഫോടനം അത് ലോകത്ത് തന്നെ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. എന്നാൽ ഈ പേജർ എവിടുന്ന് കിട്ടി, എവിടുന്നാണ് ഈ പേജറിൻ്റെ ഈ ആക്രമണത്തിന് പിന്നിലെ ബുദ്ധി, ഇതിൻ്റെ ഒന്നും വ്യക്തമായ വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. പുതിയ വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഏറ്റവും പുതിയ വിവരങ്ങൾ ഞാൻ പറയാം. അതായത് നമ്മുടെ പ്രേക്ഷകർ ഇത് മുഴുവൻ ഒന്ന് കാണണം. നമ്മുടെ മാധ്യമങ്ങളിലൊന്നും വരാത്ത കുറേ പുതിയ ഇൻഫർമേഷൻസാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. നമ്മൾ ഒരുപാട് ക്രിമിനൽ അല്ലെങ്കിൽ അഡ്വഞ്ചറസ് അല്ലെങ്കിൽ ത്രില്ലർ സിനിമകൾ കാണാറുണ്ട്, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, നമ്മളെ ത്രില്ലടിപ്പിക്കുന്ന സിനിമകൾ. പക്ഷേ ആ സിനിമകളിലൊന്നും കാണാത്ത, നമുക്ക് ഷെർലക് ഹോംസിൻ്റെ കഥ കേട്ടിട്ടുണ്ട്, അല്ലെ അഗാഥ ക്രിസ്റ്റിയുടെ നോവലുകൾ വായിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിലൊക്കെ പറയുന്നതിനേക്കാളും എത്രയോ ത്രസിപ്പിക്കുന്ന രീതിയിലാണ് ഈ സ്ഫോടന പരമ്പര അരങ്ങേറിയതെന്നാണ് മനസ്സിലാവുന്നത്. നോക്കൂ, ഈ സ്ഫോടനം നടന്ന ഉടനെ ഇത് എവിടെ നിന്ന് കിട്ടിയ പേജറുകളാണ് എന്നാണ് ആദ്യത്തെ സംശയം വന്നത്. ആദ്യമേ പെട്ടെന്ന് സംശയം വന്നത് മോട്ടറോളയുമായി ബന്ധപ്പെട്ടൊരു വിവാദം, അതിൻ്റെ ലോഗോ പോലും ഒരു ബോംബ് പോലെയാണ് എന്ന് പറഞ്ഞ് അതിൻ്റെ ലോഗോയ്ക്ക് പിന്നിലാണ് സ്ഫോടക വസ്തു ഒളിപ്പിച്ച് വെച്ചതെന്നൊരു പ്രചാരണം പടിഞ്ഞാറൻ മാധ്യമങ്ങളുണ്ടായി. നമ്മളത് വെച്ചൊരു വീഡിയോ ഇന്നലെ ചെയ്തിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ചിത്രം മാറി. കാരണം പൊട്ടിത്തെറിച്ച പേജറിൻ്റെ പിന്നിൽ AR-9 എന്നുള്ളൊരു ഭാഗം സ്വർണ്ണ ലിപികൾ എഴുതിയിരുന്നു. ഉടനെ ആളുകളൊക്കെ എന്ത് ചെയ്തു, AR-9 അതിൻ്റെ ബാക്കി പൂരിപ്പിച്ച് നോക്കി. AR-924 AR-924 എന്ന് പറയുന്ന ഒരു പേജറിൻ്റെ സീരീസ് നമ്പറാണ്. അതുണ്ടാക്കുന്ന ഗോൾഡ് അപ്പോളോ എന്ന് പറയുന്നൊരു കമ്പനിയാണ്. അത് തായ്വാനിലാണ്. അങ്ങനെ തായ്വാനിൽ നിന്നാണ് ഇത് ഓർഡർ ചെയ്ത് ഇത് വന്നത്, ഇത് നിർമ്മിച്ചത്. ഓർഡർ ചെയ്തതെന്നല്ല, ഇത് നിർമ്മിച്ചതെന്ന് മനസ്സിലായി. പക്ഷേ ഇതിനിടയ്ക്ക് ഇത്രയും സമയമായിട്ടും ഹിസ്ബുള്ള ഞങ്ങൾ എവിടെ നിന്നാണ്, ഏത് കമ്പനിക്കാണ് ഇത് ഓർഡർ കൊടുത്തത്, ഇതുവരെ ഹിസ്ബുള്ള മിണ്ടിയിട്ടില്ല. ഇത് കൃത്യമായി ഹിസ്ബുള്ള നേതൃത്വത്തിനാണ്. അതിൻ്റെ തലവനായ ഹസൻ നസ്റള്ളയാണല്ലോ എല്ലാ ആളുകളും സെൽഫോണുകൾ ഉപയോഗിച്ചിട്ട് പേജറിലേക്ക് മാറാൻ പറഞ്ഞത്. പക്ഷേ ഇത് എവിടെ നിന്ന് ഞങ്ങളിത് വാങ്ങിയെന്ന് ആധികാരികമായി പറയാൻ കഴിയുന്നത് ഹസൻ നസ്റള്ളയ്ക്കാണ്, അല്ലെങ്കിൽ ഹിസ്ബുള്ളയുടെ മറ്റ് നേതാക്കന്മാർക്ക്. അവർ മിണ്ടുന്നേയില്ല. അപ്പോൾ തായ്വാനിലേക്ക് അന്വേഷണം പോയി. തായ്വാനിൽ ഗോൾഡ് അപ്പോളോ എന്ന് പറയുന്ന കമ്പനി, അതിൻ്റെ ഫൗണ്ടറായ സു ചിങ് കോങ് എന്ന് പറഞ്ഞ ഒരാളെ മാധ്യമങ്ങൾ കണ്ടു. അപ്പോൾ അയാൾ പറഞ്ഞു, ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ AR-924 എന്ന് പറയുന്നത് ഞങ്ങൾ ഉണ്ടാക്കുന്നില്ല. BAC എന്ന് പറയുന്ന ഹംഗറിയുടെ തലസ്ഥാനമായ ബുഡാപെസ്റ്റിലുള്ള കമ്പനിക്ക് ഞങ്ങൾ കോപ്പിറൈറ്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആ നമ്പറിൽ, ആ സീരീസിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ബുഡാപെസ്റ്റിലുള്ള ഈ പറയുന്ന BAC ബാക്ക് എന്ന് പറയുന്ന ഈ കമ്പനി ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായി അന്വേഷണം കൊണ്ടുപോയി. അപ്പോൾ ഹംഗറിയെക്കുറിച്ച് പറയുമ്പോൾ, ഹംഗറി ഇസ്രയേലുമായി വളരെ അടുത്ത ബന്ധമുള്ള രാജ്യമാണ്. അതെ, യൂറോപ്യൻ രാജ്യമാണ്. ഇസ്രയേലുമായി നല്ല സൗഹൃദം, ഇസ്രയേലിൻ്റെ നിലപാടുകൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു രാജ്യമാണ് ഹംഗറി. ഒരുപാട് ജൂതന്മാരും ഒക്കെ ഉള്ള രാജ്യമാണ്. അപ്പോൾ ഹംഗറിയിലേക്ക് അന്വേഷണം പോയി. ഹംഗറിയിൽ ബാക്കിൻ്റെ ഓഫീസ് അന്വേഷിച്ച് ചില മാധ്യമങ്ങൾ, പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ അല്ലെങ്കിൽ വെസ്റ്റേൺ മീഡിയയിലെ അല്ലെങ്കിൽ യഥാർത്ഥ മാധ്യമ പ്രവർത്തനം നടത്തുന്ന ആളുകൾ, നമ്മുടെ മാധ്യമങ്ങളൊന്നും വരാത്തതുകൊണ്ടാണ് ഞാൻ യഥാർത്ഥ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത്, ഇതിൻ്റെ റൂട്ട് അന്വേഷിച്ച് പോകണമല്ലോ. അവരന്വേഷിച്ച് പോയപ്പോൾ ബാക്കിൻ്റെ ഓഫീസിൽ ചെന്നു. അത് ബുഡാപെസ്റ്റ് നഗരത്തിലെ ഒരു റെസിഡൻഷ്യൽ കോംപ്ലക്സ്, തിരക്കേറിയ റെസിഡൻഷ്യൽ കോംപ്ലക്സിലാണ് ബാക്കിൻ്റെ ഓഫീസ് ഇരിക്കുന്നത്. അപ്പോൾ ഒരു ഫാക്ടറിയൊക്കെ ഒരിക്കലും റെസിഡൻഷ്യൽ കോംപ്ലക്സിൽ വരില്ല, ജനവാസ കേന്ദ്രങ്ങളിൽ ഫാക്ടറി ഒന്നും വരത്തില്ല. അവിടെ ചെല്ലുമ്പോഴല്ലോ ഒരു കെട്ടിടത്തിന് ഗ്ലാസ് കൊണ്ടുള്ള വാതിലാണ്. ഗ്ലാസ് കൊണ്ടുള്ള വാതിലിൽ ഒരു A4 പേപ്പറിൽ, നമ്മൾ ഈ പ്രിൻ്റ് ഔട്ടൊക്കെ എടുക്കുന്ന പേപ്പറില്ലേ, A4 പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട് ബാക്ക് ലിമിറ്റഡ്, ബാക്ക് ഇൻകോർപ്പറേഷൻസ്. ഒരു കമ്പനിയുടെ പേര്, ഒരു കമ്പനിയുടെ ഒരു വീടിൻ്റെ ചില്ലിൽ ഒരു A4 പേപ്പറിലാണ് BAC എന്നുള്ള കമ്പനിയുടെ പേര് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ സമീപവാസികളോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, ഈ കമ്പനി ഇവിടെ ഉണ്ടോ? കമ്പനിയൊന്നും ഇവിടെ ഉള്ളതായിട്ട്, ഇവിടേക്ക് രജിസ്റ്റേർഡ് ആയിട്ടൊരു സാധനമുണ്ട്, അത് പക്ഷേ അവിടെ ഫിസിക്കൽ വർക്കൊന്നും ഇവിടെ നടക്കുന്നില്ല, ആളുകൾ വരികയോ ജോലി ചെയ്യുകയോ എന്ന് ഞങ്ങൾ കാണുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആളുകൾ തപ്പിപ്പിടിച്ച് ഇതിൻ്റെ ബാക്കിൻ്റെ CEO ആയ ക്രിസ്റ്റീന ബാർസോണി ആർക്കിഡിക്കാനോ എന്ന് പറയുന്ന സ്ത്രീയാണ് അതിൻ്റെ CEO. അവരെ മാധ്യമങ്ങൾ ബന്ധപ്പെട്ടു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഈ AR-924 എന്ന് പറയുന്ന പേജറൊന്നും ഞങ്ങൾ ഉണ്ടാക്കുന്നില്ല. ഞങ്ങൾ ഈ പേജർ ഉണ്ടാക്കുന്ന കമ്പനിയില്ല, ഫാക്ടറി ഇല്ല, ഒന്നുമില്ല. ഞങ്ങൾ ഇത്തരം ചില ഓർഡറൊക്കെ കിട്ടും. ഓർഡറൊക്കെ ഞങ്ങൾ ദല്ലാളിൻ്റെ പണി നിന്ന് വേറെ ആളുകൾക്ക് കൊടുക്കും. ഓർഡർ മേടിക്കും, ഞങ്ങൾ വേറെ ആളുകൾക്ക് ഉണ്ടാക്കും. അപ്പോൾ നോക്കൂ, ഗോൾഡ് അപ്പോളോ എന്ന് പറയുന്ന തായ്വാൻ കമ്പനി അവരെന്ത് ചെയ്തു, അവരുടെ കോപ്പിറൈറ്റ് AR-924 എന്ന് പറയുന്ന ഈ പേജറിൻ്റെ കോപ്പിറൈറ്റ് BAC ബാക്ക് എന്ന് പറഞ്ഞ ഹംഗേറിയൻ ബുഡാപെസ്റ്റ് കമ്പനിക്ക് വിൽക്കുന്നു. അവരെന്ത് ചെയ്യുന്നു, ആ കമ്പനി ഒരു ഷെൽ കമ്പനിയാണ്, വെറുതെ ഒരു ഓഫീസും ഒരു ബോർഡ് പോലും ഇല്ലാത്ത കമ്പനിയാണ്. കടലാസിലാണ് കമ്പനിയുടെ പേര് എഴുതി വെച്ചിരിക്കുന്നത്.
അവരെന്ത് ചെയ്യുന്നു, അത് അതിൻ്റെ CEO പറയുന്നു ഞങ്ങളിതൊന്നും ഉണ്ടാക്കുന്നു, ഞങ്ങളിത് വേറെ ആർക്കെങ്കിലും കൊടുക്കും. അപ്പോൾ ഈ വേറെ ആരാണ് എന്നതാണ് പ്രശ്നം. ഈ കമ്പനിയെക്കുറിച്ച് രസകരമായ സംഭവിച്ചാൽ ഈ ക്രിസ്റ്റീന ബാർസോണി അർക്കിഡിക്കാനോയെക്കുറിച്ച് നോക്കുമ്പോൾ അവരുടെ പ്രൊഫൈൽ നോക്കുമ്പോൾ ലിങ്ക്ഡിനിൽ അവരുടെ പ്രൊഫൈലുണ്ട്. അത് പരിശോധിക്കുമ്പോൾ കാണുന്നത് എന്തറിയോ, അവർ യുനെസ്കോ എന്ന് പറയുന്ന UN ഏജൻസിയില്ലേ, അതിൻ്റെ ഉൾപ്പെടെ ചില NGOകളുടെ, അത് NGO അല്ല, UN ഏജൻസി ഉൾപ്പെടെയുള്ള ചില NGOകളുടെ അഡ്വൈസറാണ്. പിന്നെ അവരുടെ സൈറ്റിൽ പറയുന്നത് വളരെ രസകരമാണ്. ഈ ബാക്ക് എന്നുള്ള കമ്പനിയുടെ പ്രധാനപ്പെട്ട പരിപാടി എന്തറിയോ, പേജർ ഉണ്ടാക്കുന്നതല്ല, അവർ കമ്പ്യൂട്ടർ ഗെയിമുകൾ ഉണ്ടാക്കി ഇൻ്റർനെറ്റിൽ വെക്കും. ഗെയിമുകൾ അത് പൈസ കിട്ടുന്ന പണിയാണല്ലോ, കാശ്. പിന്നെ എന്ത് ചെയ്യും, ക്രൂഡ് ഓയിൽ എങ്ങനെ ഖനനം ചെയ്യാമെന്ന് എന്നതിനെ സംബന്ധിച്ച് കൺസൾട്ടൻസി സർവീസ് നടത്തും. ഇത് രണ്ടുമാണ് BAC ചെയ്യുന്നത്. അപ്പോൾ ഈ BAC ആണ് AR 924 എന്ന് പറയുന്ന 5000-ഓളം വരുന്ന പൊട്ടിത്തെറിച്ച പേജറുകൾ ഉണ്ടാക്കിയത് എന്നുള്ള വാദം പൊളിയുകയാണ്. ഇപ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ ഈ പേജർ ഉണ്ടാക്കിയത്? ഉത്തരം കിട്ടാത്ത വളരെ ദുരൂഹമായി നിൽക്കുക. നമ്മൾ ഓരോ ദിവസവും നോക്കുമ്പോൾ, ഇപ്പോൾ നോക്കൂ, ഇന്നലെ ഈ സംഭവം കഴിഞ്ഞ ഉടനെ ലെബനനിൽ സംഭവിച്ചത് എന്താണ്, അവിടെ കൊല്ലപ്പെട്ട ചില ആളുകളുടെ ശവസംസ്കാര ചടങ്ങ് നടക്കുന്നു. അപ്പോൾ ആളുകളൊക്കെ ഈ പേജറൊക്കെ ഫോണൊക്കെ എടുത്ത് ദൂരെ കളയുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാരുടെ വാക്കി ടോക്കുകൾ പൊട്ടിത്തെറിക്കുന്നു. പേജർ കഴിഞ്ഞു, വാക്കി ടോക്കി പൊട്ടിത്തെറിക്കുകയാണ്. വാക്കി ടോക്കി പൊട്ടിത്തെറിക്കുന്ന വീഡിയോ ഉണ്ട്. ഇപ്പോൾ ആളുകളൊക്കെ ശവസംസ്കാര ചടങ്ങിൽ ആയിരക്കണക്കിന് ആളുകളുണ്ട്. അവരെല്ലാം പ്രാണഭയത്തോടെ ഓടുന്നു. അവിടെ പള്ളി ഉച്ചഭാഷണിയിൽ വഴി പള്ളിയിൽ നിന്ന് വരുന്ന പ്രാർത്ഥനകളൊക്കെ ഉണ്ടല്ലോ, ആ പ്രാർത്ഥനയൊക്കെ നിൽക്കുന്നു. മൈക്കിൽ കൂടെ വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ ഫോണൊക്കെ വലിച്ചെറിയൂ, ഫോണിലെ ബാറ്ററി ഊരി കളയൂ എന്നൊക്കെ പറഞ്ഞ് ആളുകൾ പരിഭ്രാന്തരായി ഈ പ്രാർത്ഥനയൊക്കെ നിർത്തിയിട്ട്, അള്ളായ വിളിയൊക്കെ നിർത്തിയിട്ട് മൈക്കിലൂടെ അനൗൺസ് ചെയ്തതാണ്. ആളുകൾ പരക്കം പോയി. അത് കഴിഞ്ഞ് പിന്നെ കാണുന്ന കാഴ്ച, അവിടെ പലയിടത്തും ഈ സോളാർ പവർ വേണ്ടിയിട്ടുണ്ടല്ലോ, സോളാർ പാനൽ, ബാറ്ററി, ഈ ബാറ്ററി പൊട്ടിത്തെറിക്കുന്നു. ഓടിക്കൊണ്ടിരിക്കുന്ന കാറുകളിലെ ബാറ്ററി പൊട്ടിത്തെറിക്കുന്നു. അപ്പോൾ നോക്കൂ, ഇസ്രയേലിൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് എത്ര ആഴത്തിലാണ് പോയിരിക്കുന്നത്. അത് വന്നിട്ട് പേജറുകളിൽ മാത്രമല്ല, ഇവർ ഹിസ്ബുള്ളയുടെ തലവൻ ആഹ്വാനം ചെയ്ത് മൊബൈൽ ഫോൺ മാറ്റി പേജർ ഉപയോഗിക്കാൻ വെച്ച പേജറിൽ മാത്രമല്ല, ആ നാട്ടിലെ മോട്ടോർ കാറുകളുടെ വാഹനങ്ങളുടെ ബാറ്ററികൾ വേണം പൊട്ടിത്തെറിക്കാം. വേണമെങ്കിൽ വീട്ടിലിരിക്കുന്ന സോളാർ പാനലിൻ്റെ ബാറ്ററി പൊട്ടിത്തെറിക്കാം. അപ്പോൾ ഈ ലെബനോണിലെ മുഴുവൻ ജനങ്ങളും ഈ ഹിസ്ബുള്ള ഭീകരത കാരണം അവരുടെ ജീവിതമാകെ പ്രതിസന്ധിയിലാണ്. അപ്പോൾ ചിലരൊക്കെ പറയും പ്രവാചകൻ്റെ കാലം മഹത്തായ കാലമാണത്. അങ്ങോട്ട് ശരിക്കും തിരിച്ചു പോകുന്ന പോലെ ആധുനിക ഗാഡ്ജറ്റ്സുകൾ മുഴുവൻ ഉപയോഗിക്കാം. മോട്ടോർ വാഹനം ഉപയോഗിക്കാൻ പാടില്ല. കാർ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ബാറ്ററി പൊട്ടിത്തെറിക്കില്ല എന്ന് ഉറപ്പ്. അതെ. വീട്ടിൽ കറണ്ട് ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ മറ്റൊന്നുണ്ട്, ഈ ബയോമെട്രിക് മെഷീനുകളുണ്ടല്ലോ, നമ്മുടെ സ്ഥാപനങ്ങളിൽ ജോലിക്ക് ചെല്ലുമ്പോൾ നമ്മുടെ വിരലടയാളം വെച്ചിട്ട് അറ്റൻഡൻസ് എടുക്കുന്നത്, ആ സാധനം പൊട്ടിത്തെറിക്കുന്നു. അതും പൊട്ടിത്തെറിക്കുന്നതായിട്ട് വാർത്തകൾ വരുന്നു. നമ്മുടെ മാധ്യമങ്ങളിലൊന്നുമില്ല, പടിഞ്ഞാറൻ പത്രങ്ങളുടെ ഓൺലൈൻ സൈറ്റുകളിൽ കാണുന്നുണ്ട് ബയോമെട്രിക് റീഡറുകൾ പൊട്ടിത്തെറിക്കുന്നു. അപ്പോൾ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഇനി ടെലിവിഷനും റേഡിയോ കൂടെ പൊട്ടിത്തെറിച്ചാൽ മതി. ലാൻഡ് ഫോൺ പൊട്ടിത്തെറിക്കുമെന്ന് അറിയില്ല. ലാൻഡ് ഫോൺ വഴി ഇത് നിസ്സാര കളിയൊന്നുമല്ലേ, ഇസ്രയേൽ ലാൻഡ് ഫോൺ വഴി ആളുകളെ കൊന്നിട്ടുണ്ട്. രണ്ട് പ്രധാനപ്പെട്ട സംഭവം, ഒന്നും യഹിയ അയാഷ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ഇവിടെ ഹമാസിൻ്റെ എഞ്ചിനീയർ എന്നാണ് പറയുന്നത്, ബോംബ് വിദഗ്ധനായിരുന്നു. അദ്ദേഹത്തിന് ഒരു ദിവസം പെട്ടെന്നൊരു ലാൻഡ് ഫോണിൽ ഒരു കോൾ വന്നു, അച്ഛൻ വിളിക്കുന്നു എന്നാണ്. പുള്ളി വന്ന് ഫോൺ എടുത്തപ്പോൾ ഫോൺ പൊട്ടിത്തെറിച്ചു. ഫോണിൻ്റെ മൗത്ത് പീസിനകത്ത് ബോംബ് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ ഇവരുടെ ബ്ലാക്ക് സെപ്റ്റംബർ എന്ന് പറയുന്നുണ്ട്, മ്യൂണിച്ച് ഒളിമ്പിക്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇസ്രയേലിൻ്റെ കായിക താരങ്ങളെ ഇവർ പലസ്തീൻ, ഹമാസ് അല്ല PLO, പലസ്തീൻ ഭീകരന്മാർ പിടിച്ചുകൊണ്ട് പോയി. അവരെ രക്ഷാപ്രവർത്തനം നടത്തിയപ്പോഴത്തേക്ക് 9 പേരും മരിച്ചുപോയി. അതിന് റാത്ത് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ തിരിച്ചടി, പ്രതികാരം എന്ന് പറഞ്ഞ് ഇസ്രയേൽ ഒരു തിരിച്ചടി പ്ലാൻ ചെയ്തു. അതിനകത്ത് പാരീസിലുണ്ടായിരുന്ന ഇവരുടെ ഒരു പ്രധാനപ്പെട്ട നേതാവ് മുഹമ്മദ് ഹംഷാരി, അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഒരു ഫോൺ എടുത്തപ്പോഴത്തേക്ക് ഫോണിൻ്റെ മൗത്ത് പീസ് പൊട്ടിത്തെറിച്ച് മരിച്ചുപോയി. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെൻറ്റ്സിൽ ഈ പറഞ്ഞതുപോലെ സ്ഫോടനം നടത്തുക എന്നുള്ളത് ഇസ്രയേലിൻ്റെ ഒരു പ്രധാനപ്പെട്ട കലാപരിപാടിയാണ്. ഇപ്പം നോക്കൂ, നമുക്ക് ഇപ്പം സാധാരണ നമ്മളൊന്ന് ആലോചിച്ചു, നമ്മുടെ കയ്യിൽ മൊബൈലിരിക്കുക, നമ്മൾക്ക് വണ്ടിയുണ്ട്, സ്കൂട്ടറുണ്ട്, കാറുണ്ട്, പിന്നെ മറ്റ് ടാബുണ്ട്, കമ്പ്യൂട്ടറുകളുണ്ട്, ലാപ്ടോപ്പുണ്ട്, വീട്ടിൽ സോളാർ വെക്കുന്നവരുണ്ട്, എന്തെല്ലാം സാധനങ്ങളുണ്ട്, ഇലക്ട്രോണിക്സ് വീട്ടിലിരിക്കുന്ന ക്ലോക്ക്, അതിനകത്ത് ബാറ്ററി ഉണ്ട്. അപ്പോൾ ബാറ്ററി ഉള്ള ഏത് സാധനവും പൊട്ടിത്തെറിക്കും എന്ന അവസ്ഥ, ആ ഒരു അവസ്ഥയിൽ നമ്മൾ പെട്ടാൽ സ്ഥിതി എന്താണ്? കയ്യെ കിട്ടിക്കുന്ന വാച്ചില്ലേ, ഡിജിറ്റൽ വാച്ച്, അത് പൊട്ടിത്തെറിക്കാം.
പൊട്ടിത്തെറിക്കാം. അപ്പോൾ നോക്കൂ എത്ര വലിയ അരക്ഷിതാവസ്ഥയിലേക്കാണ് ലെബനോൻ മാറിയിരിക്കുന്നത്. യുദ്ധത്തിൻ്റെ പുതിയൊരു മുഖം തുറന്നിരിക്കുകയാണെന്ന് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. ഈ യുദ്ധം എന്ന് പറഞ്ഞാൽ സംശയത്തിൻ്റെയാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ലെബനോണിൽ നിൽക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ എല്ലാ സാധനവും എടുത്ത് കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്, വാച്ചും കെട്ടി സിനു വന്നാൽ ഞാൻ ഓടും. പേടിയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം വല്ലാത്ത ഭീതി. ഒറ്റയടിക്ക് 4000-ഓളം പേജറുകൾ പൊട്ടിത്തെറിച്ചു. 4000-ഓളം ആളുകൾ, നമ്മൾ തമാശ പറയുന്നതല്ല, വളരെ ഗൗരവം, വളരെ കൂടുതൽ, വളരെ തമാശയല്ല, വളരെ ഗുരുതരമാണ്. നമ്മൾ പറയുന്ന 4000-ഓളം പേര് പരിക്കേറ്റ ആശുപത്രിയിലുണ്ടെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിക്കണം. പൊട്ടിത്തെറിച്ചത് ഒന്നെങ്കിൽ പോക്കറ്റിൽ കിടന്ന സാധനം, പോക്കറ്റിൽ കിടന്ന് പൊട്ടിത്തെറിച്ചാൽ പരിക്ക് പറ്റുന്ന എവിടെ? ഹൃദയത്തിനും ശ്വാസകോശത്തിനുമാണ്. അരയെ വെച്ചിരിക്കുന്ന സാധനം പൊട്ടിത്തെറിച്ചാൽ എവിടെയൊക്കെ പരിക്ക് പറ്റുമെന്ന് ഞാൻ പറയണ്ട. അപ്പോൾ ഞാൻ ബെയ്റൂട്ട് ഇന്നലെ ഒരു ഇത് എൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ അത് കോപ്പി ചെയ്തിട്ടുണ്ട്, ഫോട്ടോ. ബെയ്റൂട്ടിലെ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞിട്ട് റോഡിൽ മുഴുവൻ പൊട്ടിയ മുട്ടകൾ കിടക്കുന്നൊരു ഫോട്ടോ ഉണ്ട്. പ്രതീകാത്മകമാണ്. അപ്പോൾ നമ്മളിത് തമാശയായിട്ട് തോന്നും, പക്ഷേ അതിഭീകരമാണ്. 4000-ഓളം ആളുകൾക്ക് പരിക്ക് പറ്റിയിരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ സാധാരണക്കാരെ ആളുകളും പരിഭ്രാന്തരായി. പിന്നെ അത് എല്ലായിടത്തും അങ്ങനെയുള്ളൂ. കുറേ ടെററിസ്റ്റുകൾ കാരണം മഹാഭൂരിപക്ഷം ആളുകളും അനുഭവിക്കുന്ന ഇതാണ്. മഹാഭൂരിപക്ഷം ആളുകൾ ഞാൻ ഇന്നലെ മനോരമയിൽ മണിപ്പൂരിനെ സംബന്ധിച്ചൊരു ലേഖനം എഡിറ്റ് പേജിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അസം റൈഫിൾസിൻ്റെ മേധാവിയായിരുന്ന മലയാളി എഴുതിയ ലേഖനമാണ്. അതിനകത്ത് അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾ പട്ടാളക്കാരിങ്ങനെ പോകുമ്പോൾ ഒരു സ്ഥലത്ത് പെണ്ണുങ്ങൾ പ്രതിഷേധിക്കുന്നു, സ്ത്രീകൾ. അപ്പോൾ അതിൽ ഒരു സ്ത്രീയെ ഐഡൻറ്റിഫൈ ചെയ്തു. അത് ആസാം റൈഫിൾസിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരു പട്ടാളക്കാരൻ്റെ ഭാര്യയാണ്. 10 കിലോമീറ്റർ അപ്പുറത്ത് ഈ സമരക്കാർക്കെതിരെ അദ്ദേഹം കാവൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചാൽ, ഈ സ്ത്രീയോട് നിർബന്ധമാണ്. അവിടെ സ്ത്രീകൾക്ക് 7 മണിക്കൂർ സമര ഡ്യൂട്ടിയാണ്. 7 മണിക്കൂർ നിങ്ങൾ സമരത്തിന് പൊക്കിയിരിക്കണം, ഡ്യൂട്ടി ഇട്ടിരിക്കുക. അല്ലെങ്കിൽ എന്ത് പറ്റും? അല്ലെങ്കിൽ കടുത്ത ശിക്ഷ കിട്ടും. തീവ്രവാദികളിൽ അനുസരിക്കാന്ന് പറഞ്ഞാൽ ഭർത്താവ് തീവ്രവാദത്തിനെതിരെ കാവൽ നിൽക്കുന്ന ഭടനായിരിക്കെ ഭാര്യയ്ക്ക് പോകേണ്ടി വരുന്നു. സമ്മർദ്ദം കൊണ്ടാണ്. സാധാരണ കുറേ തീവ്രവാദികൾ വന്നാൽ ആ നാട്ടിലെ മുഴുവൻ ജനങ്ങളെ ബന്ദികളാക്കുന്ന പോലെ അവർ ഇതൊക്കെ അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവർ. ചെറിയ കുഞ്ഞുങ്ങൾ മരിച്ചിട്ടുണ്ട് അല്ലേ, നിരപരാധികളാണ്. അച്ഛനോ അല്ലെങ്കിൽ സഹോദരനോ അമ്മാവനോ തീവ്രവാദിയായതുകൊണ്ട് ഒരു പെൺകുട്ടി 10 വയസ്സുകാരി മരിച്ചിട്ടുണ്ട്. എല്ലായിടത്തും നടക്കുന്ന കാര്യങ്ങൾ ഇതാണ്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഈ പേജർ ഇപ്പോൾ എവിടെ നിന്നുണ്ടാക്കി എന്നതാണ് ഏറ്റവും വലിയ സംശയം. എനിക്കിപ്പോൾ തോന്നുന്നത്, ബാക്കും പറയുന്നു ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല, ഞങ്ങൾ ഈ കരാറ് കൊടുത്തതാണ്. കരാറ് കൊടുത്തത് ഒരുപക്ഷെ ഇസ്രായേലിന് തന്നെയായിരിക്കും. അങ്ങനെ വരാം. ഇപ്പോൾ അന്വേഷിച്ച് പോകുമ്പോൾ ഇതിന് തുമ്പ് കിട്ടുന്നില്ല. ഈ കരാറും ഉപകരാറൊക്കെ പല കൈമറിഞ്ഞ് ഒരു പക്ഷേ ഈ പേജർ മുഴുവൻ ഉണ്ടാക്കി ഈ സാധനം റെഡിയാക്കിയത് ഇസ്രായേൽ തന്നെയാണോ എന്ന് സംശയിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പിന്നെ ഇത് 5 മാസം മുമ്പ് ഫെബ്രുവരിയിലാണ് നമ്മുടെ ഈ ഹിസ്ബുള്ള തലവൻ, നമ്മുടെ അല്ല കേട്ടോ, ഹിസ്ബുള്ള തലവൻ ഈ പേജറുകൾ ഉപയോഗിക്കാൻ തീരുമാനിച്ചത്, സെൽഫോൺ കളയാൻ തീരുമാനിച്ചത്. അപ്പോൾ തന്നെ ഓർഡർ കൊടുത്തു. ആ ഓർഡർ ഇങ്ങനെ ഗോൾഡ് അപ്പോളോ കമ്പനി വഴി BAC വഴി ഇനി നീണ്ടു കിടക്കുക എവിടെയൊക്കെ പോയി. അപ്പോൾ ഇവർക്ക് തുടക്കത്തിലേ പിഴവ് പറ്റി. അല്ലെങ്കിൽ ഇവർക്ക് തുടക്കത്തിലേ തന്നെ ഇവർക്ക് ഇവരെ ഒറ്റിയതിനി ആര്? ഈ അസറുള്ള തന്നെയാണോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടി വരും. കാരണം അയാളാണ് ഈ തീരുമാനം എടുത്തത്. മൊബൈൽ ഫോണെല്ലാം ഉപേക്ഷിച്ചിട്ട് പേജർ മേടിക്കാൻ തീരുമാനിച്ചു. ബാക്കി പ്രോസസ്സെല്ലാം അയാൾ അറിഞ്ഞിട്ടാണെന്ന്. അപ്പോൾ ചിലപ്പോൾ അയാളെപ്പോലും സംശയിക്കും. ആരെയും സംശയിക്കാവുന്ന സ്ഥിതിയാണിപ്പോൾ ഇസബുള്ളയെ സംബന്ധിച്ച്. അപ്പോൾ നോക്കൂ, ഇത് ഉൽപ്പാദനം നടന്നിട്ട് ഈ സാധനം ഫെബ്രുവരി തന്നെ ഓർഡർ കൊടുത്തു. ഫെബ്രുവരി മാർച്ചിലൊക്കെ പാക്കേജ് റെഡിയായി ഇത് വന്നിട്ട് ജോർദാൻ വഴിയാണ് വന്നത്. ജോർദാനിൽ 2 മാസം കുടുങ്ങി കിടന്നെന്നാണ് പറയുന്നത്. ഈ കണ്ടെയ്നർ 2 മാസം കുടുങ്ങി കിടന്നു. പക്ഷേ ജോർദാൻ ഈ പറയുന്ന പോലെ ഒരു ഇസ്ലാമിക രാജ്യമാണ്. പക്ഷേ അവിടുത്തെ മുഖാബറത്ത് എന്ന് പറയുന്ന ജോർദാനിലെ രഹസ്യാന്വേഷണ ഏജൻസി, അതായത് ഈ ഷിൻബാത്ത് എന്ന് പറയുന്ന ഇസ്രയേലിൻ്റെ ഇൻറ്റേർണൽ, നമ്മുടെ ഇൻ്റലിജൻസ് ബ്യൂറോ പോലെ ഇസ്രയേലിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്ന ഇസ്രയേലിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയാണ് ഷിൻബാത്ത്. പുറത്ത് പ്രവർത്തിക്കുന്നതാണ് മൊസാദ്. അപ്പോൾ അതുപോലെയുള്ള അവരുടെ രഹസ്യാന്വേഷണ ഏജൻസിയാണ് മുഖാബറത്ത്. ഈ മുഖാബറത്തിലുള്ള ചില ആളുകൾ എതിരായി മാറിയിട്ട് അവരെ ഇസ്രയേൽ സ്വാധീനിച്ച്, ജോർദാൻ്റെ ഈ രഹസ്യാന്വേഷണ ഏജൻസിയെ സ്വാധീനിച്ച് അവരെ കൊണ്ട് ഇത് മാനിപ്പുലേറ്റ് ചെയ്തതാണോ? അതിനുള്ള സാധ്യതയുണ്ടോ? കാരണം ജോർദാനിൽ വെച്ച് ഈ സാധനങ്ങൾ, ഫോണുകൾ മൊത്തം അങ്ങ് മാറ്റിയിട്ട് ഇസ്രയേൽ റെഡിയാക്കി കൊടുത്ത സാധനം പാക്ക് ചെയ്താൽ മതിയല്ലോ. 2 മാസം ഈ കണ്ടെയ്നർ അവിടെ കുടുങ്ങി കിടന്നിരുന്നു. അവിടെ വെച്ചാണോ മാറിയത് എന്നുള്ള സംശയം ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത്. ഏതായാലും
ലോകത്ത് തന്നെ ഒരു പുതിയ യുദ്ധമുഖം തുറന്നിരിക്കുകയാണ് ഇസ്രായേൽ, അല്ലേ? അതെ. ഒറ്റ പട്ടാളക്കാരനെ അയക്കേണ്ട, ഒരു 5000 പേർക്ക് പരിക്ക് പറ്റണമെങ്കിൽ, ഒരു യുദ്ധം നേരിട്ടുള്ള യുദ്ധമാണെങ്കിൽ തിരിച്ച് ഇപ്പുറത്ത് എത്ര പേർക്ക് പരിക്ക് പറ്റണം? അതെ അതെ, ഒരു 1000 പേർക്കെങ്കിലും പരിക്ക് പറ്റണം, അല്ലേ? ഏറ്റുമുട്ടൽ, ഫേസ് ടു ഫേസ്, മാൻ ടു മാൻ, ആളുകൾ തമ്മിലുള്ള യുദ്ധത്തിൽ 5000 പേർക്ക് അല്ലെങ്കിൽ 4000 പേർക്ക് മുറിവേൽക്കണമെങ്കിൽ, ഇത്രയും മാരകമായ മുറിവേൽക്കണമെങ്കിൽ ഇപ്പുറത്തും കാഷ്വാലിറ്റി ഉണ്ടാകും. പക്ഷേ ഒരൊറ്റ ആൾക്ക് പോലും പരിക്കേൽക്കാതെ 72 ഹൂറിമാർ നിങ്ങളെ കാത്തിരിക്കുന്നു എന്നൊരു മെസ്സേജ് അയക്കുക. എന്നിട്ട് അത് വായിക്കാൻ വേണ്ടി തുറക്കുമ്പോൾ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം കരിഞ്ഞു പോവുക. ഏതായാലും ലോകത്ത് ഒരു പുതിയ യുദ്ധതന്ത്രം കൊണ്ടുവന്നിരിക്കുന്നു. അവസാനം ഈ പേജർ ആര് കൊടുത്തു എന്നുള്ള അന്വേഷണത്തിൻ്റെ ഒടുവിൽ ചെന്നെത്തുന്നത്, പേജർ അയച്ചത്, ഹിസ്ബുള്ളയ്ക്ക് പേജർ കൊടുത്തത് ഇസ്രായേലാണ് എന്നുള്ള ഉത്തരത്തിലേക്ക് എത്തിയാലും അത്ഭുതമല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.